ഞാനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ സ്വർണത്തെ പറ്റി ഒരു 2 വാക്ക് പറയണം. ഈ സ്വർണം നമുക്കറിയാം സാധാരണ ഇതിൽ 3 തരമുണ്ട്. 24 കാരറ്റ് പ്യുവർ സ്വർണം, 22 കാരറ്റ് സ്വർണം, 18 കാരറ്റ് നമുക്ക് 18 കാരറ്റുള്ള സ്വർണ്ണമുണ്ട്. ഇവിടെ കുറച്ചും കൂടി പ്യൂരിറ്റി കുറഞ്ഞത് ഉണ്ട്. അപ്പോൾ ഈ 24 കാരറ്റ് എന്ന് പറയുന്നതാണ് 100% സ്വർണം, തനി തങ്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് 24 കാരറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ 22 കാരറ്റ് എന്ന് പറയുന്നതാണ് സ്വർണം, അതായത് നമ്മൾ ആഭരണങ്ങൾ പണിയാൻ ഉപയോഗിക്കുന്ന സ്വർണം. അതിൽ 91.6% സ്വർണവും 8.4% മറ്റുള്ള സാധനങ്ങളും. മറ്റുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളിയോ ചെമ്പോ സിങ്കോ ഒക്കെ ഉപയോഗിക്കും. അപ്പം 91.6% അതിനകത്ത് സ്വർണ്ണമുള്ളൂ, ബാക്കി സ്വർണ്ണമല്ല. അതാണ് 22 കാരറ്റ്. ഇനി 18 കാരറ്റ് എന്ന് പറഞ്ഞാലോ, 18 കാരറ്റ് എന്ന് പറഞ്ഞാൽ 75% അതിനകത്ത് സ്വർണ്ണമുള്ളൂ, ബാക്കി 25% ബാക്കി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് സ്വർണത്തിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം. ഇനി അതിലും രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ ക്യാരറ്റ് എന്ന് പറയില്ലേ ഇതിന് ഈ ക്യാരറ്റ് എന്ന് പറയണേ, ക്യാരറ്റ് നമ്മൾ വീട്ടിൽ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ക്യാരറ്റ് അല്ല. ഈ ക്യാരറ്റ് എന്ന് പറയണത് എങ്ങനെ ഈ ക്യാരറ്റ് എന്നുള്ള പേരുണ്ടായി എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. MLA കുഴപ്പമില്ല. ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ പേരാണ്, കാരോബ് ട്രീ എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ മരത്തിൽ ഉണ്ടാവുന്ന ഒരു കായയാണ് ഈ ക്യാരറ്റ്. ഈ പണ്ട് കാലത്ത് ഈ സ്വർണം തൂക്കാനായിട്ട് ഏറ്റവും പ്രഷ്യസ് മെറ്റീരിയൽസൊക്കെ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമായിരുന്നു ഈ ക്യാരറ്റിൻ്റെ ഈ കരോബ് ട്രീമി ഉണ്ടാവണ ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് ഈ കുരു. നമ്മുടെ ഇവിടുത്തെ കാപ്പിക്കുരുവിൻ്റെ ഒരു കാപ്പിക്കുരുവൊക്കെ പോലെ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു കുരുവൊക്കെ പോലെ ഒരു കുരുവാണ് ഈ സാധനം. ഈ മരത്തിൻ്റെ കുരുവിനൊരു പ്രത്യേകതയുണ്ട്, ഈ ലോകത്തെങ്ങും ഇല്ലാത്തൊരു പ്രത്യേകത ഈ മരത്തിൻ്റെ കുരുവിനുണ്ട്. കാരണം അതിൻ്റെ എല്ലാ കായകൾക്കും തുല്യമായ തൂക്കമായിരിക്കും. അതായത് ആ മരത്തിൽ മാത്രം ഉണ്ടാവുന്ന ഈ കുരുവിന്, ഈ കായക്ക്, എല്ലാ കായക്കും ഒരേ തൂക്കമായിരിക്കും. അതായത് ഒരു മരത്തിൽ ഉണ്ടാവുന്ന കായ 200 മില്ലിഗ്രാം ഉണ്ടാവും ഒരു കായ. അപ്പോൾ ഇത് തൂക്കാൻ വേണ്ടിയിട്ട്, സ്വർണം തൂക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഈ കായയുടെ പേരാണ് ക്യാരറ്റ്. അങ്ങനെയാണ് ഈ ക്യാരറ്റ് എന്നുള്ള പേരുണ്ടായതും. സ്വർണത്തിൻ്റെ പ്യൂരിറ്റി, ഇപ്പം സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ഇളക്കാനാണ് ഈ ക്യാരറ്റ് പറയണത്. കാരണം സ്വർണ്ണമൊക്കെ തൂക്കാൻ ഇപ്പോൾ ഡിജിറ്റൽ ത്രാസൊക്കെ വന്നു, നമ്മുടെ ഇങ്ങനത്തെ ത്രാസൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ഇളക്കാനുള്ള ഒരു സംഗതിയായിട്ട് ക്യാരറ്റ് മാറി. അപ്പോൾ ക്യാരറ്റ് എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഇനി ട്യൂഷൻ ക്ലാസ് ഇല്ലില്ല, ഞാൻ എൻ്റെ പ്രസംഗമൊക്കെ വൈറലാവാണെന്ന്. മറ്റൊരു സ്ഥാപനം കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം ആഭരണ വ്യാപാര രംഗത്ത്, പ്രത്യേകിച്ച് ഗോൾഡ് ബിസിനസ് നല്ല സാധ്യതകളുള്ള ഒരു പ്രദേശം തന്നെയാണ് അങ്കമാലി. മാത്രവുമല്ല, ഓരോ സമയം കഴിയുന്തോറും ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നല്ല റിട്ടേൺസ് നൽകുന്നു എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു കാര്യം. ഭാവിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ കാരണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്രീസിയേഷൻ ഗോൾഡിലുള്ള നിക്ഷേപത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഇതിൻ്റെ ഒരു വളർച്ച, അല്ലെങ്കിൽ ഗോൾഡ് റേറ്റിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നല്ല ആഭരണങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നിരക്കിൽ അങ്കമാലിക്കാർക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. Let's give a big round of applause for this beautiful venture, Pachipalli Gold Fine Jewelers. വളരെ മനോഹരമായ കളക്ഷൻസ് ആണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല നെക്ക് ചെയിൻസും അതുപോലെ തന്നെ റിങ്സ് ഉണ്ട്, ഡയമണ്ട് സെറ്റ്സ് ഉണ്ട്, മോതിരങ്ങൾ പല വെറൈറ്റി, പല തൂക്കത്തിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 22 ക്യാരറ്റിലും 18 ക്യാരറ്റിലുമുള്ള മനോഹരമായ കളക്ഷൻസ് ഇവരിവിടെ അറേഞ്ച് ചെയ്തു.